സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആനിലെ ഏത് ഭാഗം ഓതുമ്പോഴും അഊദു ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങേണ്ടത്. ഫഇദാ ഖറഅതൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആണ് അഊദു ചൊല്ലിയിട്ട് തുടങ്ങുന്നത്. അതൊരായത്തല്ല, എന്നാലും ചൊല്ലുമ്പോൾ ഖുർആനിൻ്റേതായിട്ടുള്ള തജ്വീദ് നിയമങ്ങൾ അവിടെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അഊദു അക്ഷരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതും. ഹംസ, ഐൻ, ദാൽ ഈ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് അഊദു അക്ഷരങ്ങളുടെ മഖ്റജുകൾ, ഉത്ഭവസ്ഥാനങ്ങൾ ശരിയാക്കിക്കൊണ്ട് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഹംസയും ഐനും എടുത്തു വരുമ്പോൾ രണ്ടും ഒരേപോലെയുള്ള അക്ഷരമാവാതെ ഔ എന്നാവാതെ അഉ എന്ന് ഐന് വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. അഊദു ദു എന്നുള്ള അക്ഷരത്തിൻ്റെ മഖ്റജ്, ഉത്ഭവസ്ഥാനം, നാവ് മുകളിലെ പല്ലിൻ്റെ താഴെ ആയിക്കൊണ്ട് വെച്ചുകൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടത്. അഊദു എന്ന് സു എന്ന ശബ്ദമില്ലാതെ അഊദു എന്ന് ഉച്ചരിക്കേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മറ്റ് അക്ഷരങ്ങൾ ഷീന്, താ എന്നൊക്കെ പറയുമ്പോൾ താഇൻ്റെ അക്ഷരത്തിന് പ്രത്യേകം ഇസ്തിഅലാ എന്ന ഒരു സ്വഭാവം കൊടുക്കേണ്ടതുണ്ട്. കനപ്പിച്ചുകൊണ്ട് താ പറയേണ്ടത്. മിനശ്ശൈത്വാനി എന്ന് കനപ്പിച്ച് വായിൽ കാറ്റ് നിറച്ച് പറയേണ്ടതുണ്ട്. അവസാനിക്കുന്നത് റജീം എന്ന് നീട്ടിയിട്ടാണ്. അടുത്തത് ബിസ്മില്ലാഹി. ബിസ് സീനിന് കാറ്റ് പുറത്തേക്ക് വിടുന്ന രൂപത്തിൽ ബിസ് എന്നുള്ള പുറത്തേക്ക് ആ ശബ്ദം നന്നായിട്ട് കേൾക്കുന്ന രൂപത്തിൽ പറയേണ്ടതുണ്ട്. ലാഹി പറയുമ്പോൾ ഹാഇന് കാറ്റ് പുറത്തേക്ക് വിടേണ്ടതുണ്ട്. ബിസ്മില്ലാഹി റഹ്മാനി. റ ആണ്, റാ എന്ന് പരത്തി പറയാതെ ശ്രദ്ധിക്കുക. ഹാഇന് കാറ്റ് പുറത്തേക്ക് വരേണ്ടതുണ്ട്. റഹ്മാനി റഹീം. റജീം എന്ന് നീട്ടി അവസാനിപ്പിച്ച പോലെ തന്നെ ഇവിടെ റഹീം എന്നും ഒരേ അളവിൽ ഒരേപോലെ നീട്ടി അവസാനിപ്പിക്കുക. അൽഹംദുലില്ലാഹി. വീണ്ടും ഹാ അക്ഷരങ്ങൾക്കൊക്കെ കാറ്റ് പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉച്ചരിക്കുക. റബ്ബിൽ. വീണ്ടും റാഇന് പരത്തി പറയാതെ റബ്ബി ആവാതെ തഫ്ഖീം കൊടുത്തുകൊണ്ട് റ എന്ന് ഉച്ചരിക്കുക. റബ്ബിൽ ആലമീൻ. ആ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഹൽക്കിൻ്റെ അക്ഷരമാണ് നമ്മുടെ ഖണ്ഡാക്ഷരം, നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരം ആയിക്കൊണ്ടാണ് ഐന് ഉച്ചരിക്കേണ്ടത്. ഇവിടെയും ആലമീൻ എന്നുള്ള ആ നീട്ടൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഓതിയ രണ്ട് ഭാഗത്തിലുള്ള അവസാനിപ്പിച്ച പോലെ തന്നെ ഇവിടെയും അവസാനിപ്പിക്കുക. അർ-റഹ്മാനിർ റഹീം. റ എന്ന അക്ഷരം, ഹ എന്ന അക്ഷരം എല്ലാം ശ്രദ്ധിച്ച് നേരത്തെ ഓതിയ പോലെ തന്നെ ഓതുക. റഹീം എന്നുള്ളത് വീണ്ടും നീട്ടിയിട്ട് അവസാനിപ്പിക്കണം. ഇങ്ങനെ നീട്ടിയിട്ട് അവസാനിപ്പിക്കുന്നതിന് മദ്ദുൽ ആരിദ് ലിസ്സുകൂൻ എന്ന് പറയാം. 2, 4, 6 മദ് അളവ് ആണ് അതിന് കൊടുക്കേണ്ടത്. 2, 4, 6 ഹർഫ് നീട്ടിയിട്ടാണ് അവിടെ അവസാനിപ്പിക്കേണ്ടത്. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ എന്നുള്ള അവസാനിക്കുന്നതും ഈ മദ്ദു ആരിദ് ലിസ്സുകൂൻ എന്ന സെയിം നിയമം തന്നെയാണ് അവിടെയും കൊടുക്കേണ്ടത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു. ഐനിന് സുക്കൂന് കൊടുക്കുമ്പോൾ ഐന് പ്രത്യേകം അതിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. പുറമെ സുക്കൂന് കൊടുക്കുമ്പോൾ ഒരു പെട്ടെന്ന് നഅ്ബുദു എന്ന് സുക്കൂന് കൊടുക്കുന്ന അക്ഷരങ്ങൾ പെട്ടെന്ന് ഉച്ചരിക്കേണ്ടതായിട്ടുണ്ട്. നഅ്ബുദു എന്നുള്ള ആ ഒരു സാവകാശം കൊടുക്കാതെ നഅ്ബുദു എന്ന് പെട്ടെന്ന് ഉച്ചരിക്കേണ്ടതുണ്ട്. വ ഇയ്യാക നസ്തഈൻ. നഅ്ബുദു പറഞ്ഞ പോലെ തന്നെ നസ്ത എന്നുള്ള സീനിന് സുക്കൂന് പെട്ടെന്ന് കൊടുക്കേണ്ടതുണ്ട്.
വീണ്ടും ഇവിടെയും അവസാനിക്കുന്നത് മദ്ദു ആരിദ് ലിസ്സുക്കൂൻ നീട്ടിയിട്ട് തന്നെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദി, ഹാഇന് കാറ്റ് പുറത്ത് വിടുന്ന രൂപത്തിൽ ഇഹ്ദി പറയേണ്ടതുണ്ട്. ആദ്യത്തെ അക്ഷരത്തിന് കെസ്ർ കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇഹ്ദി അല്ല, ഇഹ്ദി. ഹംസക്ക് കെസ്ർ കൊടുത്തിട്ട് ഉച്ചരിക്കേണ്ടതുണ്ട്. മുസ്തഖീം എന്നുള്ള അവസാനിക്കുന്നതും മദ്ദു ആരിദ് ലിസ്സുക്കൂനാണ്, നീട്ടിയിട്ട് അവസാനിപ്പിക്കാം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. സ്വാദ്, താ എല്ലാം ഇസ്തിഅലാഇന്റെ അക്ഷരാണ്, കനപ്പിച്ച് പറയേണ്ടതുണ്ട്. സി റാ ത. അൻഅംത അവിടെ മണിക്കാതെ അൻ അംത, രണ്ടും നൂനും മീമും വ്യക്തമാക്കി മണിക്കാതെയാണ് ഓതേണ്ടത്. അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം. ഗ എന്നുള്ള അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ എന്നുള്ളത് പോലെയല്ല. ഗ ഇസ്തിഅല, മുകളിലേക്ക് ഉയരേണ്ട അക്ഷരമാണ് ഗ. ഗൈരിൽ മഗ്ദൂബി, ലൂബി, ബ എന്നുള്ള അക്ഷരം ഇസ്തിഅലയിൽപ്പെട്ട അക്ഷരം തന്നെയാണ്, മുകളിലേക്ക് ഉയരേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് പറയേണ്ട അക്ഷരമാണ്, വായയിൽ കാറ്റ് നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. മഗ്ദൂ, മഗ്ലൂ, ലൂ, ലൂ അല്ല, ലൂ. മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വലദ്ദ, വീണ്ടും ളാദ് എന്ന അക്ഷരം വന്നിട്ടുണ്ട്, കനപ്പിച്ച് പറയേണ്ട അക്ഷരമാണ്. അവിടെ ഒരു മദ് ഉണ്ട്, വലദ്ദ, മദ്ദിൻ്റെ ചിഹ്നം കാണാം. ആ മദ് അലിഫിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വന്നതുകൊണ്ട്, സുക്കൂൻ വന്നതുകൊണ്ട് വരുന്ന പ്രത്യേക മദ് ആണ്. നീട്ടാനുള്ള നിയമം, അതിൻ്റെ പേര് മദ്ദു ലാസിം എന്നാണ്. 6 ഹർക്കത്ത് നീട്ടി ഓതേണ്ട മദ്ദാണത്. വലദ്ദാല്ലീൻ, ലാമിന് ഷദ്ദുണ്ട്. വലദ്ദാലി അല്ല, വലദ്ദാല്ലി എന്നുള്ള ലാമിന് ഷദ്ദ് കൊടുത്ത് കട്ടി കൊടുത്ത് ഓതേണ്ടതുണ്ട്. വീണ്ടും ലീൻ എന്നുള്ള ആ നീട്ടല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്ദു ആരിദ് ലിസ്സുക്കൂൻ ആണ്. സാവകാശം പാരായണം ചെയ്യുന്നത് കൊണ്ട് ഈ മദ്ദു ആരിദ് ലിസ്സുക്കൂൻ ഓപ്ഷൻ പറഞ്ഞല്ലോ നേരത്തെ, 2, 4, 6 അളവിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത് എന്നുണ്ടെങ്കിലും സാവകാശം ഓതുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ 6 ഹർക്കത്ത് തന്നെ നീട്ടി ഓടുന്നതാണ് ഉചിതം. അതുകൊണ്ട് ഈ രൂപത്തിൽ സാവകാശം ഓതിയിട്ട് അവസാനിപ്പിക്കാം. സൂറത്തുൽ ഫാത്തിഹൻ്റെ മറ്റൊരു പേരാണ് സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് തന്നെ അവസാനത്തിൽ നമ്മൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആമീൻ എന്നുള്ള ഭാഗവും ഖുർആൻ ഓതുന്നതിൻ്റെ നിയമത്തോട് അനുസൃതമായിക്കൊണ്ട് തന്നെ ഓതുമ്പോൾ ആ എന്നുള്ളത് 2 ഹർക്കത്ത് നീട്ടലും മീൻ എന്നുള്ളത് 6 ഹർക്കത്ത് നീട്ടലും കൊടുത്ത് ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. ഇത്രയും കാര്യങ്ങൾ ആണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിക്കൊണ്ട് ശ്രദ്ധിക്കാനുള്ളത്. അല്ലാഹു അഅലം.